വേൾഡ് കപ്പിൽ ഇതുവരെ നോർവേയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല. അവർ ആകെ 5 മത്സരങ്ങളാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. അതിൽ 4 മത്സരവും ഒരു സൗഹൃദ മത്സരമായിട്ട് അവസാനിച്ചപ്പോൾ അതിൽ വേൾഡ് കപ്പിൽ അവർ അവസാനമായിട്ട് കളിക്കുന്നത് 1998 അന്ന് 2-1 നോർവേ ബ്രസീലിനെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും നോർവേ ബ്രസീൽ ഒരു വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 16 മത്സരത്തിലുപരി അവിടെ മറ്റൊരു പോരാട്ടം കൂടി നടക്കുന്നുണ്ട്. ഹാളൻഡ് വേഴ്സസ് ഗബ്രിയൽ. നമ്മൾ നിരന്തരമായിട്ട് പ്രീമിയർ ലീഗിൽ കാണുന്ന ഒരു പോരാട്ടമാണ് ഹാളൻഡ് വേഴ്സസ് ഗബ്രിയൽ. അത് ഇവിടെ ന്യൂയോർക്ക് ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിലും ആവർത്തിക്കാൻ പോവുകയാണ്. രണ്ടുപേരും അഗ്രസീവായിട്ട് കളിക്കുന്ന 2 താരങ്ങളാണ്. പന്തിന് വേണ്ടി എപ്പോഴും ഹങ്കറായിട്ട് കളിക്കുന്ന, നമുക്കറിയാം മാൻ സിറ്റിയുടെ അറ്റാക്കറായിട്ട് കളിക്കുന്ന താരമാണ് എർലിംഗ് ഹാളൻഡ്. അതുപോലെ ആർസണലിന്റെ ഡിഫൻഡറായിട്ട് കളിക്കുന്ന താരമാണ് ഗബ്രിയൽ. ആ ഒരു അറ്റാക്കറും ഒരു ഡിഫൻഡറും തമ്മിൽ നേർക്കുന്നത് വരുന്ന ബാറ്റിലാണ് ഇവിടെ ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരത്തിലും നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് എന്താന്ന് വെച്ചാൽ 2002 വേൾഡ് കപ്പിന് ശേഷം ഇതുവരെ ഇങ്ങോട്ട് വെച്ച് എല്ലാ വേൾഡ് കപ്പിലും നമ്മൾ നോക്കുമ്പോൾ അവർ എല്ലാ വേൾഡ് കപ്പിലും പുറത്തായിരിക്കുന്നത് ഒരു യൂറോപ്യൻ ടീമിനെതിരെയായിരിക്കും. നമ്മൾ 2002 മുതൽ ഇങ്ങോട്ട് ഏത് വേൾഡ് കപ്പ് നമ്മൾ എടുത്തു നോക്കിയാലും ഒരു യൂറോപ്യൻ ടീമിനെതിരെ നോക്കൌട്ട് മത്സരങ്ങളിൽ വിജയിക്കാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല. ഓർക്കുക, നോർവേയും ഒരു യൂറോപ്യൻ ടീമാണ്. പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് നോർവേ വേഴ്സസ് ഐവറി കോസ്റ്റ് റൗണ്ട് ഓഫ് 32 മത്സരം. അതിൽ നോർവേ 2-1 വിജയിച്ചു, ശരിയാണ്. പക്ഷേ അവിടെ നോർവേ സംബന്ധിച്ച് ഐവറി കോസ്റ്റിനെ ഒരു അവസാന സമയം വരെ കാക്കേണ്ടി വന്നു ഒരു 2-1 എന്ന വിജയത്തിലേക്ക് എത്താൻ. ഹാളൻഡിന്റെ ഒരു വിജയ ഗോളായിരുന്നു. പക്ഷേ നിങ്ങൾ അതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നോർവേ 31 സ്ഥാനക്കാരാണ് ഫിഫ റാങ്കിങ്ങിൽ. അതുപോലെ ഐവറി കോസ്റ്റ് 33 സ്ഥാനക്കാരാണ്. 31 സ്ഥാനക്കാരും 33 സ്ഥാനക്കാരും ഏറ്റുമുട്ടിയ ആ ഒരു നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് 2-1 എന്ന സ്കോറിനാണ് നോർവേ വിജയിച്ച് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബ്രസീലിന്റെ കാര്യം നോക്കുമ്പോഴോ ജപ്പാന് ഫിഫ റാങ്കിങ്ങിൽ 18 സ്ഥാനക്കാരാണ്. ആ 18 സ്ഥാനക്കാർക്കെതിരെ ബ്രസീലിന് 6 സ്ഥാനത്തുള്ള ബ്രസീലിന് വിജയിക്കാൻ 95 മിനിറ്റ് കാക്കേണ്ടി വന്നു. അങ്ങനെ 95 അവസാന ഇഞ്ചുറി ടൈമിൽ വിജയിച്ച് കയറുന്ന ബ്രസീലിന് എങ്ങനെയാണ് ഈ നോർവേയെ ഏറ്റുമുട്ടാൻ സാധിക്കുക, ഇത്ര ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുക? അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് ഒരിക്കലും നോർവേ എന്ന് പറയുന്ന ആ ഒരു ടീം നിസാരക്കാരല്ല, ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കുമെന്ന് കരുതണ്ട. അതുമാത്രമല്ല, ബ്രസീലിന് ഇപ്പോൾ നിലവിലുള്ള ആ മോശം റെക്കോർഡുകളൊക്കെ ഒന്ന് തകർക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ബ്രസീലിന് കഴിഞ്ഞ മത്സരത്തിൽ ലൂക്കാസ് പക്കേറ്റയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാസിമിറോക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ കാർലോ ആഞ്ചലോട്ടി അവരെ ഈ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുമോ, അവരുടെ പരിക്ക് ഗുരുതരമാണോ എന്നുള്ള വാർത്തകളൊന്നും കൃത്യമായിട്ട് അറിയില്ല. അതിലുപരി വിനീഷ്യസ് ജൂനിയർ കാർലോ ആഞ്ചലോട്ടിക്ക് ഒരു അൺസ്റ്റോപ്പബിൾ പ്രകടനം കാഴ്ചവെക്കുന്ന, അണ്ടർ കാർലോ ആഞ്ചലോട്ടി അൺസ്റ്റോപ്പബിൾ പ്രകടനം കാഴ്ചവെക്കുന്ന വിനീഷ്യസ് ജൂനിയറാണ് ഈ മത്സരത്തിലെ ഹൈലൈറ്റ്. അതുമാത്രമല്ല, നമ്മുടെ സാക്ഷാൽ നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ 90 മിനിറ്റ്സും കളിക്കാൻ കേപ്പബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സാധിക്കുമെന്ന് കാർലോ ആഞ്ചലോട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും നോർവേയുടെ അവസ്ഥ, എന്തായിരിക്കും ഈ മത്സരത്തിലെ സ്കോർ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.